തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. മർദ്ദിക്കാനായി ഇന്ദുജയെ കൊണ്ടുപോയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കേസിൽ അഭിജിത്തിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ തെളിവ് ശേഖരണത്തിനായി ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. അതിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റ ശംഖുമുഖത്ത് ഇവരെത്തിയോ എന്ന് തെളിയിക്കാനുള്ള ടവർ ലൊക്കേഷനും അജാസ് കാറിൽ പോയെന്ന് പറയുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ശംഖുമുഖത്ത് വെച്ച് മർദ്ദിച്ചത്. ഇവർ ശംഖുമുഖത്ത് പോയതും ആത്മഹത്യ ചെയ്തപ്പോൾ ഇന്ദുജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഒരേ കാറിലാണെന്ന് കണ്ടെത്തി. ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ദുജയുടെ ഫോണിന്റെ പാസ്വേഡ് ഉൾപ്പെടെ അജാസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അജാസ് എടുത്തുകൊടുത്ത സിം കാർഡാണ് ഇന്ദുജ മരിക്കും വരെ ഉപയോഗിച്ചിരുന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരും ബോധപൂർവം പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഭർതൃവീട്ടിൽ ജനൽ കമ്പിയിൽ ഇന്ദുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും പീഡനം സഹിക്കവയ്യാതെയാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.